നമസ്കാരം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം ട്രഡീഷണൽ കേരള ഇലയട. അതും ചക്കയുടെ അതിമനോഹരമായ സ്റ്റഫിങ്ങോടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് അടയുടെ ഡോ തയ്യാറാക്കലാണ്. അതിനായിട്ട് റോസ്റ്റഡ് റൈസ് ഫ്ലോറിലേക്ക് ബോയിൽഡ് വാട്ടറും ഒരു പിഞ്ച് സോൾട്ടും ഉപയോഗിച്ച് നമുക്ക് ഡോ തയ്യാറാക്കാം. ചപ്പാത്തി പരുവത്തെക്കാട്ടിൽ ഒരു ഇച്ചിരിയും കൂടെ ലൂസായിട്ട് വേണം നമ്മുടെ ഡോ തയ്യാറാക്കാൻ. ഞാൻ ഓൾറെഡി ഡോ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ ഡോ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തെന്നും തയ്യാറാക്കി വെച്ചേക്കുന്ന അടയുടെ മിക്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ അട പരത്താനുള്ള വാഴയില ഞാൻ ഓൾറെഡി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റഫിങ് ഞാൻ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം സ്റ്റഫിങ് നല്ല രീതിയിൽ തണുത്തിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്ത്. സ്റ്റീം ചെയ്ത വാഴയിലേക്ക് വളരെ തിന്നായിട്ട് നമുക്ക് ഈ ഡോ പരത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം പരത്താൻ. അതാവുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് ഈ ഡോ പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുത്ത ഡോ കൊടുക്കാം. എന്നിട്ട് സൈഡ് എല്ലാം നല്ല രീതിക്ക് പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലെയുള്ള ഫില്ലിങ്സ് മൊത്തം നമുക്ക് ഈ വെളിയെ ചാടും. അങ്ങനെ ബാക്കിയുള്ള ഇലയുടെയെല്ലാം തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഒരു സ്റ്റീമർ എടുത്ത് അതിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം. നല്ല പഴുത്ത ചക്കപ്പഴം എടുത്ത് അതിലേക്ക് ഏലയ്ക്ക, ജീരകം ഇത് രണ്ടും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. പിന്നീട് ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഈ മിക്സ് ഒഴിക്കുക. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ശർക്കര പാനിയും കൂടെ ഒഴിച്ച് അതിൻ്റെ വെള്ളമയം എല്ലാം മാറ്റിയെടുത്ത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഡെലിക്കസി തന്നെയാണ് ഈ ഇലയുടെയൊക്കെ. അങ്ങനെ നമ്മുടെ ഇലയുടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ റൂം നിറയെ അതിൻ്റെ ആരോമയാണ്. അധികം ഫോളോവേഴ്സൊന്നും ഇല്ലാത്തൊരു കൊച്ചു ചാനലാണ് എൻ്റേത്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടേണ്ടതല്ലേ. അങ്ങനെ നമ്മുടെ ഇലയുടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ചക്കപ്പഴത്തിൻ്റെയൊക്കെ അരോമ നല്ല നമുക്ക് കൊതി വരുന്നൊരു സ്മെല്ല് തന്നെയാണ്. കണ്ടില്ലേ, നമ്മൾ തുറക്കുമ്പോൾ തന്നെ അത് നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അത് ആ മുറിക്കുമ്പോഴൊക്കെ നമ്മുടെ ഫില്ലിങ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ കുറച്ച് ഭാഗത്ത് മാത്രമല്ല, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ മടിയുള്ളൊരു ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.